എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിൻ്റെ ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കായിരിക്കും ഈ ഓൺലൈൻ ക്ലാസ് ഉപയോഗപ്രദമാവുക. ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ് ആയിരിക്കും നൽകുക. അതിൻ്റെ റെക്കോർഡ് ക്ലാസ് വാട്സപ്പിലൂടെ അയച്ചു നൽകുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 പഠന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കൂ. സ്ലോഗൻ സ താളം ആലപതു. ശ്ലോകങ്ങൾ താളത്തോട് കൂടിയിട്ട് ആലപിക്കാനാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം പദ്യം പഠിത്വ ഗദ്യക്രമം ആശയം ച ലിഖതു. പദ്യം പഠിച്ചിട്ട് ഗദ്യക്രമം അതിൻ്റെ അന്വയവും ആശയം അതിൻ്റെ അർത്ഥവും ലിഖതു എഴുതൂ എന്നാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചിരിക്കേണ്ടതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇഷ്ടതമം ശ്ലോകാൻ അധികൃത്യ ആസ്വാദ ടിപ്പണി ലിഖതു. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശ്ലോകങ്ങൾ അധികരിച്ചിട്ട് ഒരു ആസ്വാദ ടിപ്പണി എഴുതുവാനാണ് ചോദിച്ചിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം നോക്കൂ. കാളിദാസസ്യ മാനവികതാം അധികൃത്യ പ്രഭാഷണം വിളിക്കുക അവതാരയതു. കാളിദാസന്റെ മനുഷ്യത്വത്തെ അധികരിച്ചുള്ള ഒരു പ്രഭാഷണം അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വാക്യശൃംഖല നിർമ്മതു. വാക്യശൃംഖല നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണാനുസാരം വാക്യശൃംഖലാം നിർമ്മതു. വാക്യശൃംഖല നിർമ്മിക്കാനാണ്. ഉദാഹരണം നോക്കൂ. വ്യരജയത് അഭിജ്ഞാന ശാകുന്തളം കാളിദാസഃ നാടകം വിശ്വപ്രസിദ്ധം. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ ആ ശൃംഖലയിൽ ആദ്യം നമ്മൾ ഇതിൻ്റെ ക്രിയാപദം കണ്ടുപിടിക്കണം. ചോദ്യത്തിൽ നിന്ന് ആദ്യം ക്രിയാപദം കണ്ടുപിടിക്കണം. ഇതിൽ വ്യരജയത് എന്നുള്ളതാണ് ക്രിയാപദം. രചിച്ചു. അപ്പം നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കണം. വ്യരജയത് രചിച്ചു. അപ്പം ആര് രചിച്ചു? കാളിദാസഃ വിരജയത്. കാളിദാസനാണ് രചിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. കാളിദാസൻ എന്താണ് രചിച്ചത്? കാളിദാസഃ നാടകം വിരജയത്. നാടകം രചിച്ചു. അപ്പം കാളിദാസൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഏത് നാടകമാണ് രചിച്ചത്? കാളിദാസഃ അഭിജ്ഞാന ശാകുന്തളം നാടകം വിരജയത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഈ അഭിജ്ഞാന ശാകുന്തളം എങ്ങനെയുള്ളതാണ്? കാളിദാസഃ വിശ്വപ്രസിദ്ധമായ അഭിജ്ഞാന ശാകുന്തളം നാടകമാണ് വിരജയത് രചിച്ചത്. അങ്ങനെ നമ്മൾ എഴുതണം. അടുത്ത ചോദ്യം നോക്കൂ. മേഘദൂതം പ്രഥമം വിശ്വസാഹിത്യേ സന്ദേശകാവ്യം ഭവതി. അപ്പം അതിലാദ്യം ക്രിയാപദം നമ്മൾ കണ്ടുപിടിക്കണം. ക്രിയാപദം ഏതാണ്? ഭവതി എന്നുള്ളതാണ് ക്രിയാപദമായിട്ട് വരിക. അപ്പം അതാദ്യം ചേർക്കണം. പിന്നെന്താണ്? മേഘദൂതം ഭവതി. മേഘദൂതം ഭവിക്കുന്നു. അപ്പോൾ അടുത്തത് എന്താ? മേഘദൂതം ഭവിക്കുന്നു. അതെന്താണ്? മേഘദൂതം സന്ദേശകാവ്യം ഭവതി. അതാണ് മൂന്നാമത് എഴുതേണ്ടത്. പിന്നെയോ മേഘദൂതം ആദ്യത്തെ സന്ദേശകാവ്യം ആണെന്നാണ് പറയേണ്ടത്. അപ്പം മേഘദൂതം പ്രഥമം സന്ദേശകാവ്യം ഭവതി. അതാണ് നാലാമത്തെ സെൻറ്റൻസ് ആയിട്ട് വരിക. അഞ്ചാമത്തെ സെൻറ്റൻസോ മേഘദൂതം വിശ്വസാഹിത്യേ പ്രഥമം സന്ദേശകാവ്യം ഭവതി. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഭവതി. ക്രിയാപദമാണ്. ഭവിക്കുന്നു. ഇനി എന്താണ് ഭവിക്കുന്നത്? മേഘദൂതം ഭവതി. മേഘദൂതമാണ് ഭവിക്കുന്നത്. മൂന്നാമത്തെ എന്താ എഴുതേണ്ടത്? മേഘദൂതം സന്ദേശകാവ്യം ഭവതി. മേഘദൂതം ഒരു സന്ദേശകാവ്യമാണ്. നാലാമത്തെ എന്താണ്? മേഘദൂതം പ്രഥമം സന്ദേശകാവ്യം ഭവതി. ആദ്യത്തെ സന്ദേശകാവ്യമായി ഭവിക്കുന്നു. അഞ്ചാമത്തെ എങ്ങനെയാ വരിക? മേഘദൂതം വിശ്വസാഹിത്യേ പ്രഥമം സന്ദേശകാവ്യം ഭവതി. മേഘദൂതം വിശ്വസാഹിത്യത്തിലെ പ്രഥമം സന്ദേശകാവ്യമായി ഭവിക്കുന്നു. അടുത്ത നോക്കൂ. പരിത്യക്താം വാത്മീകി രാമേണ
അസാന്ത്വയത് സീതാം. അപ്പോൾ പരിത്യജിച്ചു അതാണോ അതിൻ്റെ ക്രിയ വരിക? അല്ല, അസാന്ത്വയത് എന്നാണ് അതിൻ്റെ ക്രിയ വരിക. അപ്പം ആദ്യം നമ്മൾ അസാന്ത്വയത് എന്ന് എഴുതി വയ്ക്കുക. സമീപിച്ചു എന്നാണ് പറയുന്നത്. ആരാണ് സമീപിച്ചത്? വാത്മീകി അസാന്ത്വയത്. വാത്മീകിയാണ് സമീപിച്ചത്. അപ്പോൾ വാത്മീകി അസാന്ത്വയത്. പിന്നെ ആരെയാണ് സമീപിച്ചത് എന്നുള്ളതാണ് പിന്നത്തെ ക്വസ്റ്റ്യൻ വരിക. വാത്മീകി സീതാം അസാന്ത്വയത്. പിന്നെ എങ്ങനെയുള്ള സീതയെയാണ് വാത്മീകി സമീപിച്ചത്? വാത്മീകി പരിത്യക്താം സീതാം അസാന്ത്വയത്. പിന്നെ ആരാൽ ഉപേക്ഷിച്ചവളാണ്? വാത്മീകി രാമേണ പരിത്യക്താം സീതാം അസാന്ത്വയത് എന്നാണ് വരിക. അപ്പം ആദ്യം നമ്മൾ പറയുന്നത് ക്രിയാപദം ആ സെൻറ്റൻസിൽ നിന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അസാന്ത്വയത് അതാണ് സമീപിച്ചു. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുക? ആരാണ് സമീപിച്ചത്? വാത്മീകി അസാന്ത്വയത്. ആരെയാണ് സമീപിച്ചത്? വാത്മീകി സീതാം അസാന്ത്വയത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എങ്ങനെയുള്ള സീതയെയാണ് വാത്മീകി സമീപിച്ചത്? വാത്മീകി പരിത്യക്താം സീതാം അസാന്ത്വയത്. ഉപേക്ഷിക്കപ്പെട്ട സീതയെയാണ് വാത്മീകി സമീപിച്ചത്. ആരാൽ ഉപേക്ഷിക്കപ്പെട്ട സീതയെയാണ് വാത്മീകി സമീപിച്ചത് എന്നാണ് അടുത്തത് വരിക. വാത്മീകി രാമേണ പരിത്യക്താം സീതാം അസാന്ത്വയത് എന്നാണ് വരിക. അടുത്തത് നോക്കാം നമുക്ക്. ഉദാഹരണാനുസാരം സതി സപ്തമി ഉപയുജ്യ വാക്യാനി പരിവർത്തയത്. സപ്തമി വിഭക്തി ഉപയോഗിച്ചിട്ട് മാറ്റം വരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണം നോക്കൂ. യൂയം അഭിതാഹ ഫുൾ സ്റ്റോപ്പ് ശകുന്തള ജലം പാതുംന വ്യവസ്യതി എന്നാണ് പറയുന്നത്. അപ്പോൾ യൂയം എന്നുള്ളത് സപ്തമി വിഭക്തിയിലേക്ക് മാറ്റുമ്പോൾ യുഷ്മാസു, അഭിതാഹ സപ്തമി വിഭക്തിയിലേക്ക് മാറ്റുമ്പോൾ അഭിതേഷു, ശകുന്തള ജലം പാതുംന വ്യവസ്യതി എന്ന് വരും. അപ്പോൾ ഫുൾ സ്റ്റോപ്പ് അവസാനം ഒരു ഫുൾ സ്റ്റോപ്പായിട്ട് മാറും. അടുത്ത ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാക്യശൃംഖല ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ വാക്യങ്ങൾ മാറ്റാൻ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മേഘാഹ വ്യാപ്താഹ ഫുൾ സ്റ്റോപ്പ് വൃഷ്ടി അജായത. അപ്പം എങ്ങനെ എഴുതുക? മേഘേഷു വ്യാപ്തേഷു വൃഷ്ടി അജായത. ബാലകാഹ ആഗതാഹ ഫുൾ സ്റ്റോപ്പ് സന്തോഷഃ സഞ്ജാതഃ. അപ്പം ബാലകേഷു ആഗതേഷു സന്തോഷഃ സഞ്ജാതഃ. ഉത്സവാः സമായാത വണിജഃ ഉത്സാഹഭരിതാः അഭവൻ. ഉത്സവേഷു സമായേദേഷു സമായാദേഷു എന്നാണ് വരിക. ഉത്സവേഷു സമായാദേഷു വണിജഃ ഉത്സാഹഭരിതാः അഭവൻ. അടുത്ത നോക്കുക. പ്രാദേശിക കവിതാഭ്യഃ മാനവികതാ പ്രകാശിക പങ്ക്തി ചിത്വാ അവതാരയതു. നമ്മുടെ മലയാള ഭാഷയിലുള്ള കവിതകളിൽ മാനവികത പ്രകാശിപ്പിക്കുന്ന, മനുഷ്യത്വം പ്രകാശിപ്പിക്കുന്ന പങ്ക്തി എടുത്ത് അവതരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇത് പറയാം. ഇപ്പോൾ ഒരു പാട്ട് പിന്നെയും, അത് രജീഷ് പനമ്പാടിൻ്റെയാണ് പറയുന്നത്. ഭൂമിക്കൊരു ചരമഗീതം ONV കുറുപ്പിൻ്റെയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ളത് നമ്മൾ മനുഷ്യത്വം പ്രകാശിപ്പിക്കുന്ന മലയാള കവിതകളിൽ നിന്ന് പങ്ക്തികൾ എടുത്ത് അവതരിപ്പിക്കാനാണ് പറയുന്നത്. ഇനി ക്രിയാപദ പരിചയം നോക്കാം. അവലോകയാമ. അവലോകയാമ എന്ന് പറയുന്നത് ലെട്ട് വിഭക്തി, ലെട്ടാണ്.
ലെട്ട് ലകാരത്തിൽ പെടുന്നതാണ്. പ്രതീയതേ അതും ലെട്ട് ലകാരത്തിൽ പെടുന്നതാണ്. നിവാരയതി അതും ലെട്ട് ലകാരത്തിൽ പെടുന്നതാണ്. വിഭക്തിയല്ല, ഇതൊക്കെ ലകാരങ്ങളാണ്. ആദ്യം അറിയാതെ തെറ്റു പറഞ്ഞു പോയി. വിഭക്തികളല്ല, ഇതൊക്കെ ലകാരങ്ങളാണ് കേട്ടോ. ആഹ്രയതി അതും ലെട്ട് ലകാരത്തിൽ പെടുന്നതാണ്. സ്മാരയതി അതും ലെട്ട് ലകാരത്തിൽ പെടുന്നതാണ്. യതതി എന്ന് പറയുന്നതും ലെട്ട് ലകാരത്തിൽ പെടുന്നതാണ്. അനുനയതി അതും ലെട്ട് ലകാരത്തിൽ പെടുന്നതാണ്. പരിജിനുമഹ അതും ലെട്ട് ലകാരത്തിൽ പെടുന്നതാണ്. വ്യവസ്യതി അതും ലെട്ടാണ്. ആദത്തെ അതും ലെട്ട് ലകാരത്തിൽ പെടുന്നതാണ്. ആപൃച്ഛസ്വ അതും ലോട്ട് ലകാരത്തിൽ പെടുന്നതാണ്. അപ്പം ലെട്ട് ലകാരത്തിൽ പെടുന്നതൊക്കെ ഒരുമിച്ച് എഴുതി വയ്ക്കുക, ലോട്ടിൽ വരുന്നത് വേറെ എഴുതി വയ്ക്കുക. ഇനി മാതൃക അഭ്യാസ പത്രിക അത് നമുക്ക് നോക്കാം. സംഭാഷണ അംശാൻ പൂരയത. സംഭാഷണ അംശങ്ങൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അനാമിക നമസ്തേ സീനത്ത്. അപ്പം എന്താ ചോദിക്കുന്നത്? അവിടെ ഡാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചോദ്യം അനാമിക ചോദിക്കുന്നുണ്ട്. എന്താ അത്? തവ ഹസ്തേ കിം, നിന്റെ കയ്യിൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സീനത്ത് എന്താ പറയുക? പറഞ്ഞിരിക്കുന്നത് നമസ്തേ അനാമിക മമ ഹസ്തേ മേഘദൂതം ഭവതി. നമസ്തേ അനാമികേ, എൻ്റെ കയ്യിൽ മേഘദൂതം ആണ്. അപ്പം അനാമിക എന്തായിരിക്കും ചോദിക്കുന്നത്? മേഘദൂതം കേന വിരചിതം, മേഘദൂതം ആരാൽ എഴുതപ്പെട്ടു? അപ്പോൾ സീനത്ത് മേഘദൂതം കാളിദാസേന വിരചിതം കാവ്യം ഭവതി. മേഘദൂതം കാളിദാസനാൽ രചിക്കപ്പെട്ട കാവ്യമാണ്. അപ്പം അനാമിക എന്ത് ചോദിക്കാം? അത്ര കിം വർണ്ണയതി, ഇതിൽ എന്താണ് വർണ്ണിച്ചിരിക്കുന്നത്? അപ്പം സീനത്ത് പറയാണ് അത്ര യക്ഷഃ മേഘം പ്രതി സന്ദേശം പ്രേക്ഷയതി ഇതി പറഞ്ഞു. യക്ഷൻ മേഘത്തോട് സന്ദേശം അയക്കുവാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്, കൊടുത്തയച്ചിരിക്കുകയാണ് സന്ദേശം. അനാമിക തത് ത്വം കഥം ജാനാസി, അത് നിനക്ക് എങ്ങനെ അറിയാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സീനത്ത് പറയാണ് മമ സംസ്കൃത പാഠപുസ്തകേ ഏതത് പുസ്തകം അധികൃത്യ പരാമർശം. എൻ്റെ സംസ്കൃത പാഠപുസ്തകത്തിൽ ഈ പുസ്തകത്തെ അധികരിച്ചിട്ട് പരാമർശങ്ങളുണ്ട്. തത് പഠനായ, അത് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് കോഷ്ടകസ്ഥിതസ്യ നിർദ്ദേശസ്യ അനുസാരം ഉചിതപദേന റിക്തസ്ഥാനം പൂരയതു എന്നാണ്. അപ്പം എന്താണ്? കുക്കുടഹ ഉദ്യാനം ഡാഷ് ചരണാഭ്യാം ആഹാരം വികിരതി. ഗമ്മാണ്. ആ ഗമ്മിനെ എന്ത് വയ്ക്കണം? അവ്യയത്തിലേക്ക് അത് മാറ്റണം. അപ്പം അതെന്താവും? കുക്കുടഹ ഉദ്യാനം. ഗമ്മിനെ അവ്യയത്തിലേക്ക് മാറ്റുക. പ്രത്യയമല്ല, അവ്യയമാണ്. അവ്യയത്തിലേക്ക് മാറ്റുമ്പോൾ ഗത്വാ ചരണാഭ്യാം ആഹാരം വികിരതി. അപ്പം ഗമ്മിന് അവ്യയത്തിലേക്ക് മാറ്റുമ്പോൾ ഗമ്മ് ഗത്വാ എന്നായിട്ട് മാറും. അപ്പം കുക്കുടഹ ഉദ്യാനം ഗത്വാ ചരണാഭ്യാം ആഹാരം വികിരതി. കാവ്യാനി ഡാഷ് ഛാത്രാഹ ഉത്സുകാഹ ഭവന്തി. അവിടെ പഡ് അതിൻ്റെ തുമുനന്ത അവ്യയമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പഡിൻ്റെ തുമുനന്ത അവ്യയം. അപ്പം എന്താണ് വരിക? പഠിതും. അപ്പം കാവ്യാനി പഠിതും ഛാത്രാഹ ഉത്സുകാഹ ഭവന്തി. പഡിൻ്റെ തുമുനന്ത അവ്യയം എന്ന് പറയുന്നത് പഠിതും. അടുത്ത നോക്കാം. അനുകമ്പാം ഡാഷ് പഠകഥാം നിർമ്മാതും. അനുകമ്പ അപ്പം അധികൃത്യ ലബന്ധവ്യാണ് വരിക. അനുകമ്പ പഠകഥാം നിർമ്മാതും അധികൃത്യ, അതാണ് ലബന്ധവ്യത്തിൽ വരിക. അടുത്തത് ശ്ലോകം പഠിത്വ അതോ ദത്ത പ്രശ്നാനം ഉത്തരാണി ലിഖതു. പാതും ന പ്രഥമം വ്യവസതി ജലം യുഷ്മാത് സ്വപിതേഷു യാം ന ആദത്തെ പ്രിയമണ്ഡനാഭി ഭവതാം സ്നേഹേന യ പല്ലവം.
അദ്യേവ കുസുമപ്രസൂതി സമയേ യസ്യ ഭവത്യുത്സവഃ സേയം യാതി ശകുന്തല പതിഗ്രഹം സർവേ അനുജ്ഞായതാം. ഇത് ഏതെങ്കിലും ഒരു ശ്ലോകം തന്നിട്ട് അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ നോക്കാം. ശബ്ദരൂപകം ഏകം പദം ചിത്വാ ലിഖിത. ഈ യുഷ്മത് എന്ന് പറയുന്ന ശബ്ദരൂപത്തിൻ്റെ അതേ ഒരു പദം, യുഷ്മതിന് സമാനമായ ഒരു പദം ഈ ശ്ലോകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് യുഷ്മാസു. ആദ്യത്തെ വരിയിൽ കാണാം ജലം യുഷ്മ സ്വപിതേഷു. അപ്പോൾ യുഷ്മാസു എന്നുള്ള പദമാണ് വരിക. ഗച്ഛതി ഇതി പദസ്യ സമാനാർത്ഥകം പദം ചിത്വാ ലിഖിതും. ഗച്ഛതി എന്ന് പറയുന്ന പദത്തിൻ്റെ സമാനാർത്ഥകമായ പദം ഈ ശ്ലോകത്തിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറയുന്നത്. യാതി എന്നാണ്. സേയം യാതി ശകുന്തല. ശകുന്തല പതിഗ്രഹത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പം യാതി എന്നാണ് ഗച്ഛതിയുടെ സമാനാർത്ഥം വരുന്നത്. അപ്പം സമാനാർത്ഥം ചോദിച്ചാൽ നമുക്ക് അത് എഴുതാൻ പറ്റും. ഗച്ഛതി എന്ന് പറഞ്ഞാൽ യാതി, അതാണ് സമാനാർത്ഥമായിട്ട് വരിക. തൃതീയ വിഭക്തി ബഹുവചന രൂപ പദം ശ്ലോക ചിത്വ ലിഖിതു. തൃതീയ വിഭക്തി ബഹുവചന പദം ശ്ലോകത്തിൽ നിന്ന് എടുത്തെഴുതുവാനാണ് പറയുന്നത്. അതേതാണ്? സർവേ എന്നാണ്. സർവേ അനുജ്ഞായതാം. അതിലെ സർവേ എന്നുള്ള പദമാണ് തൃതീയ വിഭക്തി ബഹുവചനമായിട്ട് വരിക. പിബതി ഇത്യസ്യ തുമുനന്തരൂപം ശ്ലോകാത് ചിത്വാ ലിഖിത. പിബതി എന്ന പദത്തിൻ്റെ തുമുനന്തരൂപം ശ്ലോകത്തിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. പാതും. ആദ്യത്തെ വഴി കണ്ടല്ലോ, പാതും. അതാണ് എടുത്തെഴുതേണ്ടത്. അടുത്തത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഉദാഹരണാനുസാരം സതി സപ്തമി ഉപയുജ്യ വാക്യാനി പരിവർത്തയതു എന്നാണ് പറയുന്നത്. അപ്പോൾ സപ്തമി വിഭക്തിയിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. യൂയം അഭിദാഹ ശകുന്തല ജലം പാതും ന വ്യവസ്യതി. യൂയത്തിൻ്റെയാണ് യുഷ്മാസു അഭിദേഷു ശകുന്തല ജലം പാതും ന വ്യവസ്യതി എന്ന് പറയുന്നു. മേഘാഹ വ്യാപ്താഹ വൃഷ്ടിഹി അജായത. മേഘേഷു വ്യാപ്തേഷു വൃഷ്ടിഹി അജായത എന്നാണ് വരിക. ബാലകാഹ ആഗതാഹ സന്തോഷഃ സഞ്ജാതഃ. ബാലകേഷു ആഗതേഷു സന്തോഷഃ സഞ്ജാതഃ. അപ്പം ഇത്രയും കൊണ്ട് നമ്മുടെ ചാപ്റ്റർ 10 പഠന പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ജനുവരി 2 സംസ്കൃതത്തിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുക. റെക്കോർഡ് ക്ലാസ് വാട്സപ്പിലൂടെ അയച്ചു നൽകുന്നതാണ്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കായിരിക്കും ഈ ക്ലാസ്സസ് ഉപയോഗപ്രദമാവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസും ഷോർട്സും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.